ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ 1199 ആണ്ട് മീനമാസത്തിലെ നക്ഷത്രഫലം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ജന്മത്തിൽ വ്യാഴവും 6-ാം ഭാവത്തിൽ കേതുവും കുജൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ 11-ലും സൂര്യൻ, രാഹു, ബുധൻ എന്നിവ വ്യയസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനഭ്രംശവും ധനനാശവും ഈ മാസം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനമുണ്ടാവും. ധനകാര്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ മാസം വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യത കാണുന്നു. കായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച നേട്ടമുണ്ടാക്കാൻ പറ്റും. കാർഷിക മേഖലയിലുള്ളവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടം ചെയ്യുന്നവർ കരുതിയിരിക്കുക. പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ കേതുവും കർമ്മസ്ഥാനത്ത് കുജൻ, ശുക്രൻ, ശനിയും 11-ാം ഭാവത്തിൽ രാഹു, സൂര്യൻ, ബുധൻ, വ്യയസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്നതിനാൽ കാര്യതടസ്സങ്ങൾ ഉണ്ടാവുകയും കളത്രം മുഖേന മനോവ്യസനവും സന്താനം മൂലം സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. ഗൃഹലാഭവും വാഹന ഗുണവും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും. ബിസിനസ്സുകാർക്ക് മാസാദ്യം പലവിധ തടസ്സങ്ങൾ നേരിടുകയും മാസത്തിൻ്റെ മധ്യത്തോടുകൂടി കാര്യങ്ങൾ നേർവഴിക്ക് വരികയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും ഈ മാസം നേട്ടത്തിൻ്റേതായിരിക്കും. കായിക രംഗത്തുള്ളവർക്കും അർഹിച്ച അംഗീകാരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അഭീഷ്ട സിദ്ധി ഉണ്ടാവും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂർ, മകയിര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. ഈ രാശിക്കാർക്ക് 4-ൽ കേതുവും ഭാഗ്യസ്ഥാനത്ത് ശനി, കുജൻ, ശുക്രനും കർമ്മസ്ഥാനത്ത് സൂര്യൻ, രാഹു, ബുധനും 11-ാം ഭാവത്തിൽ ഗുരുവും സഞ്ചരിക്കുന്നതിനാൽ കാര്യസിദ്ധിയും സുഖപ്രാപ്തിയും ഉണ്ടാവും. സഹോദര സഹായം ലഭിക്കുകയും ചെയ്യും. ഗൃഹലാഭവും ഈ മാസം പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ അസുഖം അലട്ടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ബിസിനസ്സുകാർക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ലോണിന് ശ്രമിക്കുന്നവർക്ക് അനായാസം ലഭിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരിക്ക് പറ്റുവാൻ സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യസിദ്ധി ഉണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക മേന്മയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ദേവിക്ക് കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂർ, പുണർദം അവസാന പാദം, ആയില്യം, മകം. ഈ രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ കേതുവും കുജൻ, ശുക്രൻ, ശനി അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ, ബുധൻ, രാഹുവും കർമ്മസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്നതിനാൽ വാഹനം മൂലം ധനലാഭമുണ്ടാവും. അപവാദശ്രവണം കേൾക്കേണ്ടി വരും. ദുർബുദ്ധി മൂലം ധനവ്യയമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിഷമതകൾ നേരിടും. ട്രാവൽ ടൂറിസം മേഖലയിലുള്ളവർക്ക് ഈ മാസം നേട്ടമുണ്ടാക്കാൻ പറ്റും. കാർഷിക മേഖലയിലുള്ളവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖല അത്ര നല്ലതല്ല. കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കായിക രംഗത്തുള്ളവർക്ക് ഈ മാസം അത്ര നല്ലതല്ല. മനക്ലേശം അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപകീർത്തി കേൾക്കേണ്ടി വരും. സ്ഥാനചലനവും ഉണ്ടാവും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ കേതുവും 7-ാം ഭാവത്തിൽ ശനി, കുജൻ, ശുക്രനും അഷ്ടമത്തിൽ രാഹു, ബുധൻ, ആദിത്യനും ഭാഗ്യസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്നതിനാൽ സുഖഹാനിയും മനക്ലേശവും ഉദരസംബന്ധമായ അസുഖം അലട്ടുകയും ചെയ്യും. ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ സാധിക്കും. പരീക്ഷകളിൽ നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്യും. ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപകടം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ശരീരക്ഷതത്തിനും സാധ്യത. കാർഷിക മേഖലയിലുള്ളവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കേണ്ട. കലാകായിക രംഗത്തുള്ളവർക്ക് മനക്ലേശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനചലനവും മനക്ലേശവും അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്, ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് ജന്മത്തിൽ കേതുവും 6-ാം ഭാവത്തിൽ കുജൻ ശുക്രൻ ശനിയും 7-ാം ഭാവത്തിൽ രാഹു ബുധൻ സൂര്യനും 8-മത്തിൽ ഗുരുവും സഞ്ചരിക്കുന്നതിനാൽ സഹോദരങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവും. ധാരാളം സഞ്ചരിക്കേണ്ടി വരും. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമായിരിക്കുകയില്ല. ഹോട്ടൽ വ്യവസായം ഈ മാസം നേട്ടത്തിൻ്റേതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ പറ്റും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ മാസം അത്ര നല്ലതല്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ. ഈ രാശിക്കാർക്ക് കുജൻ ശുക്രൻ ശനി 5-ാം ഭാവത്തിലും 6-ൽ സൂര്യൻ ബുധൻ രാഹുവും 7-ാം ഭാവത്തിൽ ഗുരുവും വ്യയസ്ഥാനത്ത് കേതുവും സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനപ്രാപ്തിയും ശത്രുനാശവും ഉണ്ടാവും. സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനലബ്ധിയും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും. ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു. ട്രാവൽ ടൂറിസം മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ശത്രുക്കളുടെ എതിർപ്പുകളെ തരണം ചെയ്യുവാൻ സാധിക്കും. കായിക രംഗത്തുള്ളവർക്ക് ഈ മാസം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ്, വിശാഖ അവസാന പാദം അനിഴം തൃക്കേട്ട. ഈ രാശിക്കാർക്ക് 4-ൽ ശനിയും കുജനും ശുക്രനും 5-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ രാഹുവും 6-ൽ ഗുരുവും 11-ൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ ധനലാഭമുണ്ടാവും. ശത്രുക്കളുടെ അപവാദങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. സന്താനങ്ങളിൽ നിന്നും കളത്രത്തിൽ നിന്നും അകന്നു കഴിയേണ്ടി വരും. ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടും. റിയൽ എസ്റ്റേറ്റ് മേഖല പുഷ്ടികരമായിരിക്കും. ഹോട്ടൽ ട്രാവൽ ടൂറിസം രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കായിക രംഗത്തുള്ളവർക്ക് പ്രോത്സാഹനങ്ങൾ ലഭിക്കും. കലാരംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ മാസം അത്ര നല്ലതല്ല. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. ധനുക്കൂറ്, മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ കുജൻ ശുക്രൻ ശനിയും 4-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ രാഹുവും 5-ാം ഭാവത്തിൽ ഗുരുവും കർമ്മസ്ഥാനത്ത് കേതുവും സഞ്ചരിക്കുന്നതിനാൽ സുഖാനുഭവവും അർദ്ധലാഭവും ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും. ഹോട്ടൽ ട്രാവൽ ടൂറിസം രംഗവും പുഷ്ടികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. കാർഷിക രംഗവും നേട്ടത്തിൻ്റേതായിരിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മാനഹാനി നേരിടേണ്ടി വരും. ഭാര്യ ഭർത്തൃഗുണവും കുടുംബസൗഖ്യവും ഉണ്ടാവും. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി ഉണ്ടാവും. ചിട്ടി ഭാഗ്യക്കുറി മുഖേന സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. മകരക്കൂറ്, ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ കുജനും ശുക്രനും ശനിയും 3-ൽ ആദിത്യനും ബുധനും രാഹുവും 4-ാം ഭാവത്തിൽ ഗുരുവും 8-മത്തിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയും കളത്രസുഖവും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും.
ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു. ട്രാവൽ ടൂറിസം മേഖലയിലും ഈ മാസം നേട്ടം പ്രതീക്ഷിക്കേണ്ട. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും ധനലാഭവും ഉണ്ടാവും. കായിക രംഗത്തുള്ളവർക്ക് മനക്ലേശം അനുഭവിക്കേണ്ടി വരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാവും. ബിസിനസ് രംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. കണ്ണ് സംബന്ധമായി അസുഖം അലട്ടുന്നതിന് ചികിത്സ വേണ്ടിവരും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ്. അവിട്ട അവസാന പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ. ഈ രാശിക്കാർക്ക് ജന്മത്തിൽ കുജൻ ശുക്രൻ ശനിയും, രണ്ടാം ഭാവത്തിൽ ആദിത്യൻ ബുധൻ രാഹുവും, മൂന്നാം ഭാവത്തിൽ ഗുരുവും, അഷ്ടമത്തിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ മനോവ്യസനവും കാര്യവിഘ്നവും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശ യാത്ര ആവശ്യമായി വരും. കാർഷിക മേഖലയിൽ ലാഭം കുറയും. ഭൂമി ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ നേരിടും. ഹോട്ടൽ വ്യവസായത്തിലും നേട്ടങ്ങൾ കുറയും. ട്രാവൽ ടൂറിസം മേഖലയിൽ ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാവും. കായിക രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടമാകും. ധനകാര്യ മേഖല ശുഭകരമായിരിക്കുകയില്ല. പൊതുപ്രവർത്തകർക്കും ഈ മാസം അത്ര നല്ലതല്ല. മനോവ്യസനം അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. മീനക്കൂറ്. പൂരുരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. ഈ രാശിക്കാർക്ക് ജന്മത്തിൽ ആദിത്യനും ബുധനും രാഹുവും, രണ്ടാം ഭാവത്തിൽ ഗുരുവും, ഏഴാം ഭാവത്തിൽ കേതുവും, വ്യയസ്ഥാനത്ത് കുജൻ ശുക്രൻ ശനിയും സഞ്ചരിക്കുന്നതിനാൽ ആയാസവും ബന്ധുകലഹവും അനുഭവിക്കേണ്ടി വരും. ശിരസ് സംബന്ധമായി അസുഖം അലട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പലവിധ തടസ്സങ്ങളും സാമ്പത്തിക ഞെരുക്കവും ഉണ്ടാവും. ഹോട്ടൽ, ട്രാവൽ ടൂറിസം രംഗം പുഷ്ടികരമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ല. കായിക രംഗത്തുള്ളവർക്ക് ഈ മാസം അത്ര നല്ലതല്ല. കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും. പൊതുപ്രവർത്തകർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക.